ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് എസ് എ കാസിലാണ്, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കടുത്ത് കൈപ്പടമോൾ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. കൈപ്പടമോൾ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് എസ് എ കാർ വരുന്നത്. 2 ഷോറൂം ഉണ്ട്. രണ്ടാമത്തെ ഷോറൂമാണിത്. എസ് എ കാസിൽ അമീൻ, സ്വാഗതം. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെടാം അല്ലേ? ബാക്കി കാര്യം വിശേഷങ്ങളൊക്കെ ഇടയിൽ പറയാം. ആദ്യം നമുക്ക് ഒരു ബലേനോ ഇവിടെ കിടപ്പുണ്ട്. അതെ, ഏതാ മോഡല്? 2017 ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 51,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഉണ്ട്. ഡീസലാണ്. ഡീസൽ ഏതാ വേരിയന്റ് വരുന്നത്? വരുന്നത് സീറ്റ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. ലോയിസ്. ഓക്കെ, ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ, വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വില നമ്മുടെ റേറ്റ് വരുന്നത് 690 ആണ്. അത് നമുക്ക് ഫൈനൽ അല്ല, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. 690, 690 ആണ് വില വരുന്നത്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. വന്ന് കണ്ട് വണ്ടി നോക്കി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്കൊരു 80-90% വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 80% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2013 മുകളിലോട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്ത ഇയോൺ വരുന്നത് 2014 മോഡൽ. 14 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, ഡിലൈറ്റ് പ്ലസ് വേരിയന്റ്. ഓക്കെ, കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ റേറ്റ് വരുന്നത് 180, 1,80,000. ഏകദേശം നമുക്കൊരു 30-40 ഒരു 50 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ആകെ നിലവിൽ വണ്ടിയുടെ ഈ ഒരു ഗ്ലാസിന്റെ ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഓക്കെ, അതിപ്പോ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമോ? എങ്ങനെയാ? അതെങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കൊടുക്കണം, അങ്ങനെ ചെയ്ത് കൊടുക്കാം. കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പൊ നിലവിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഭാവിയിലേക്കാണ്, പിന്നീടാണ് ആവശ്യം. അതിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, ക്രാക്ക് ഉണ്ടെന്നുള്ളൂ. അപ്പൊ അങ്ങനെ അടുത്തത് ഡാറ്റ്സൺ റെഡിഗോ. 2016 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത് ലോക്കായിരുന്നു തോന്നുന്നു. അതെ, 47,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, എത്ര റേറ്റ് വരുന്നത്? 190, 1,90,000 രൂപ. 1,90,000 രൂപയാണ് ചോദിക്കുന്നത്. അതെ, വേരിയന്റ് വരുന്നത് എസ്. ഒരു മിഡിൽ വേരിയന്റ് ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ എയർ ബാഗ്, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം. സെൻട്രൽ ലോക്ക് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാത്രം. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല, ബോണറ്റ് മാത്രം. അടുത്തൊരു ക്രെറ്റ. ഇത് 2016 മോഡൽ ഫുൾ ഓപ്ഷൻ. 16 മോഡൽ ഫുൾ ഓപ്ഷൻ SX പ്ലസ് സിംഗിൾ ഓണർഷിപ്പ്, 86,000 കിലോമീറ്റർ. ഓക്കെ, 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. 1.6. അതെ, ഇതിന് റേറ്റ് വരുന്നത് 690, 690 ആണ് ചോദിക്കുന്നത്. ഇതിനും വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന 20 വണ്ടികളൊക്കെ കമ്പനി സർവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഡീസൽ മാനുവൽ അല്ലേ വണ്ടി? അതെ, ഡീസൽ അല്ല, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. അപ്പോൾ ഇതാണ് വില. ഫിനാൻസ് എത്ര? 80% ഫിനാൻസ് 80-90% നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വിഡ് വരുന്നത് 2020 മോഡൽ. 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, വേരിയന്റ് വരുന്നത് RXL. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയത്? ഇതിന്റെ കിലോമീറ്റർ വരുന്നത് 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ വില എത്ര? ഇതിന്റെ റേറ്റ് വരുന്നത് 4,30,000. 4,30,000. ഇതിന് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ ഒരു 80-90% വരെയൊക്കെ നമുക്ക് മാക്സിമം ഇതിന് ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. കമ്പനി മറ്റേ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വരുന്നുണ്ട്. അലോയ് ഇല്ല, DRL വരുന്നുണ്ട്. അങ്ങനത്തെ വണ്ടിക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അപ്പൊ അടുത്തത് അമേസ് വരുന്നത് 2013 മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ. ഡീസൽ മാനുവൽ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ വില ഇതിന്റെ റേറ്റ് വരുന്നത് 380, 3,80,000 രൂപ. ഇതിന്റെ കിലോമീറ്റർ ഓടിക്കുന്നത് 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ. സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 82. അപ്പൊ നല്ല മൈലേജ് ആയിരിക്കും. നല്ല മൈലേജ് ആണ്. ഒരു ആവറേജ് നമുക്കൊരു 20-25 നമുക്കൊരു ആവറേജ് മൈലേജ് കിട്ടും. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനും ഫിനാൻസ് കയറും കേട്ടോ. എത്ര വരെ കയറും? ഇതിന് നമുക്ക് മാക്സിമം ഒരു 3 ലാക്ക് 3.2 നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ബാലൻസ് എമൗണ്ട് ഉണ്ട്. അതായത് വണ്ടിയുടെ റേറ്റ് 380 ആണ് നമുക്ക്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 13 മോഡൽ ആണെങ്കിലും നമുക്ക് ഇത് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും.
അടുത്ത എർട്ടിക. ഇത് എർട്ടിക. ഇത് 2016 മോഡല്. 16 മോഡല് VXI ഓപ്ഷണൽ. VXI ഓപ്ഷണൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 48 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇതിന് ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ 2 എയർ ബാഗ്, ABS, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒരു കിടിലാല് വീൽ കപ്പ് ഉണ്ട്. വണ്ടി നല്ല കണ്ടീഷനാണ്. പെട്രോൾ വണ്ടി. ഇതിന്റെ റേറ്റ് വരുന്നത് 5,60,000 രൂപ. 5,60,000. എത്ര ഓടിയുണ്ട്? 48 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 49 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അപ്പൊ 5,60,000 റേറ്റ് വരുന്നത്. 5,60,000 ആണ് റേറ്റ് വരുന്നത്. അതെ. ഇതിനിപ്പോ എത്ര വരെ നമുക്ക് ഏകദേശം ഒരു 4.5 വരെയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ബ്രിയോ. ഹോണ്ട ബ്രയോ. ഇത് 2015 മോഡൽ ഫുൾ ഓപ്ഷൻ. സെയിം നമ്മ അമേസ് പറഞ്ഞ പോലെ സെയിം വേരിയന്റ് തന്നെ, ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. ഓക്കെ. ഇതിനകത്ത് മാനുവൽ ഏതാ? മാനുവൽ പെട്രോൾ. ഡീസലാണ്, ഇത് പെട്രോളാണ്. ഓക്കെ. ബ്രിയോ പെട്രോളാണ് വരുന്നുള്ളൂ. അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 68. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. നെറ്റ് വണ്ടിയാണ്. അപ്പൊ വില ഏതാ? വില പറയുന്നത് 380. 380 ആണ്. മാക്സിമം ഫിനാൻസ് കയറുമല്ലോ. മാക്സിമം ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. 1,00,000 താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. പിന്നെന്താ. അപ്പൊ നമുക്ക് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ആധാർ കാർഡ്, ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ആധാർ, പാൻ, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, കരമടച്ച റെസിപ്റ്റ്. ചിലപ്പോ ഈ കരമടച്ച റെസിപ്റ്റ് നമ്മുടെ ഫാദറിനോ മദറിനോ അല്ലെങ്കിൽ ബ്രദറിന്റെ ഒക്കെ പേരിലാണെങ്കിൽ അവരെ ഗ്യാരണ്ടറായിട്ട് നിർത്താം. അങ്ങനെ നമുക്ക് ഫിനാൻസ് സുഖമായിട്ട് പാസ്സായി കിട്ടും. നമുക്കൊരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഫിനാൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എലിജിബിലിറ്റി ഒക്കെ ഒരു മണിക്കൂറിനുള്ളിൽ ചെക്ക് ചെയ്യാമല്ലോ. അത് ചെക്ക് ചെയ്യാം. 3 വർഷത്തേക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 3 to 5 ഇയർ. മോഡൽ കൂടുന്നതിനനുസരിച്ച് പിന്നെ 5 ഇയർ വരെ മാക്സിമം കൂട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ 1,00,000 എന്താ അടവ് വരും നമുക്ക്? 1,00,000 ഒരു ആവറേജ് അടവ് വരുന്നത് 2,200, 2,500. 3 വർഷത്തേക്ക് ആകണമെങ്കിൽ 3 വർഷമല്ല, അതൊരു 5 വർഷത്തെ ഗ്യാപ്പിലായിരിക്കും. 5 വർഷത്തേക്ക് 2,200 to 2,300 ഒരു 5 വർഷത്തേക്ക് ഏകദേശം ഒരു ആവറേജ് വരുന്നത്. മന്ത്ലി EMI 3 വർഷമാകുമ്പോൾ 3 രൂപ മേലെ. 3 വർഷമാകുമ്പോൾ ഏകദേശം ഒരു 3 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. അതൊക്കെ ഏകദേശം കണക്കാണ്. എല്ലാം വണ്ടിയുടെ വില ഇതെല്ലാം അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അവിടെ ഒരു ഇയോൺ കിടപ്പുണ്ട്. അതെ. ഏതാ മോഡല്? ഇയോൺ വരുന്നത് 2015 മോഡല്. 15 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 1.48. കിലോമീറ്റർ 1.48 ഓടിയുണ്ടെങ്കിലും വണ്ടിക്ക് അതിൻ്റെതായുള്ളൊരു ഫീലില്ല അല്ലെ? ഒരു ക്വാളിറ്റി കിടക്കാൻ ഫാമിലി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാണ്. ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞതാണ്. ഉള്ളിലായാലും അല്ലെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറുണ്ട്. ഇത് ഡിലൈറ്റ് പ്ലസ്. ഇതിന് റീപ്ലേസ്മെന്റ് പറയാനുള്ള ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് മാത്രം റീപ്ലേസ്. വിൻഷീൽഡ് മാത്രമേ ഉള്ളൂ. മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് വില എത്രയാ? ഇതിന് റേറ്റ് വരുന്നത് 170. 1,70,000 രൂപയാണ്. ഇതൊക്കെ ചോദിക്കണ വിലയാണ് കേട്ടോ. വണ്ടി വന്ന് കാണുക. എപ്പോഴും ഞങ്ങൾ നല്ല വണ്ടിയാണ് നിങ്ങൾ പറയും. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉറപ്പ് വരുത്തേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ ഷോറൂമിൽ അറിയാവുന്നതുകൊണ്ട് ഇവിടെ നല്ല വണ്ടിയാണ് വെക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. കസ്റ്റമർ വന്നാലും അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് വണ്ടി കണ്ട് നിങ്ങൾക്ക് വേണ്ട മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും എവിടെ കൊണ്ടുപോകണം ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുപ്പിക്കാം. അങ്ങനെ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക. നമ്മൾ നമ്മുടേതായ ഒരു ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വില 1,70,000. ഇതിന് ഏകദേശം ഒരു 30-40 ഒക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് സ്വിഫ്റ്റ്. അടുത്ത് വരുന്നത് സ്വിഫ്റ്റ് ഡീസലാണല്ലേ? സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. വേരിയന്റ് ഏതാ? ഇത് VDI. ഡീസൽ മാനുവൽ ആണോ? ഡീസൽ മാനുവൽ. ഓക്കെ. 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,80,000 കിലോമീറ്റർ ഓടിയുണ്ടെങ്കിലും ഈ വണ്ടിക്കും അതിന്റെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടല്ലേ? വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ആൾക്കാർ വന്ന് ചില കസ്റ്റമർ അങ്ങനെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുമ്പോൾ ഇത് വണ്ടിക്ക് ഉണ്ടാവും. ഇത് കമ്പനി സർവീസ് ഉണ്ട്. 1 lakh വരെ കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ വില വേറെ വരുന്നത് 5,60,000 രൂപ. 5,60,000 നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. കാരണം 2018 മോഡൽ വണ്ടി ഈ ഒരു വിലക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫിനാൻസ് കയറും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈല് ട്രാക്ക് എല്ലാം അനുസരിച്ചിരിക്കും. ഒരു 700+ ഒക്കെ സിബിൽ സ്കോർ വേണ്ടി വരും അല്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് റീപ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ ആ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഡോർ, ആ ഡോർ മാത്രം. ലെഫ്റ്റ് സൈഡിലെ കോ പാസഞ്ചറിന്റെ സൈഡിലെ ഡോർ റീപ്ലേസ്. അത് ആക്സിഡന്റൽ റീപ്ലേസ് അല്ല, അല്ലാതെ നോർമൽ റീപ്ലേസ് ആണ്. ചെറുതായിട്ടൊന്നും തട്ടിയപ്പോൾ കസ്റ്റമർ മാറിയതായിരിക്കും. അതെ. അവര് ഒരു ബൈക്കുകാരൻ ക്രാഷ് ഗാർഡ് കൊണ്ടൊന്നും വരച്ചിട്ട് മാറിയതാണ്. കമ്പനി സർവീസ് ആയതുകൊണ്ടാണ് വണ്ടികൾക്കൊക്കെ റീപ്ലേസ്മെന്റ് കൂടുതൽ വരുന്നത്. ഓക്കെ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ മാറ്റി ചേഞ്ച് ചെയ്ത് കളയും. അതെ, കമ്പനി സർവീസ് ആയതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത സ്വിഫ്റ്റ്. ഇത് 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്,
പെട്രോളാണ്. 86,000 കിലോമീറ്റർ. ഓക്കെ, വേരിയന്റ് ഏതാ? വേരിയന്റ് VXI. അതെ, 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 395, 395. 395 അല്ലേ? അതെ. ഇതിന് വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്. ഇതിനൊന്നും നമുക്ക് ഏകദേശം ഒരു 3-3.25 ഫിനാൻസ് ചെയ്യാൻ പറ്റും. ബാലൻസ് എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. അടുത്തത് i20. അത് 2020 മോഡൽ. 2020 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏതാ വേരിയന്റ്? വരുന്നത് ആസ്ത ഓപ്ഷണൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. വണ്ടി പക്ക ക്വാളിറ്റി, ഷോറൂം കണ്ടീഷൻ കിടക്കാണ്. നല്ല കണ്ടീഷനാണ്. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് തട്ടൊന്നും റീപ്ലേസ്മെന്റ് അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ വില ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് 7,40,000 രൂപ. 7,40 ആണ്. അതെ. ഇതിനും ഫിനാൻസ് എത്ര വരെ കയറും? ഇതിന് നമുക്ക് ഏകദേശം ഒരു 90% വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 90% ഫിനാൻസ് ചെയ്യാൻ പറ്റും. പുതിയ മോഡൽ വണ്ടിയല്ലേ? പുതിയ മോഡൽ വണ്ടിയാണ്, ഷേപ്പ് വണ്ടിയാണ്. അപ്പോൾ 1 ലിറ്റർ ടർബോയാണ്. 1 ലിറ്റർ ടർബോ ആണ്. അപ്പോൾ പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫിനാൻസ് കയറും. ഹോണ്ട സിറ്റി. ഇത് 2014 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 93,000 കിലോമീറ്റർ. ഓക്കെ, വേരിയന്റ് ഏതാ? വേരിയന്റ് വരുന്നത് എസ്. മിഡ് വേരിയന്റ് ആണ്. ഓക്കെ, മിഡ് വേരിയന്റ് എന്ന് പറയുമ്പോൾ അത് ഫീച്ചേഴ്സ് ആയിട്ട് AC പവർ സ്റ്റിയറിംഗ്, നോർമലി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതെ, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അല്ലേ? അതിന്റെ സ്റ്റാൻഡേർഡ് എന്തായാലും ഉണ്ട്. വീലില്ല, അങ്ങനെ ചെറിയ കുറവുകൾ മാത്രമേ ഉള്ളൂ. 4 ടയർ പുതിയതാണ്. പുതിയ ടയർ കിടപ്പുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4,80,000, 4,80,000. 4,80,000 ആണ് ഇതിന് ചോദിക്കുന്ന വില. അതെ, ഫിനാൻസ് കയറും. നമുക്ക് ഏകദേശം ഒരു 80-90% ഇതിനും ഫിനാൻസ് ചെയ്യാൻ പറ്റും. 14 മോഡൽ. 2014 മോഡൽ. അടുത്തത് XUV 500. അതെ, ഇത് 2013 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. 66,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 66,000 കിലോമീറ്റർ. 13 മോഡൽ. ഫുൾ ഓപ്ഷൻ മാനുവൽ ഡീസൽ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് W8. ഓക്കെ, വെറും ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആ ക്വാളിറ്റി കാണാനുണ്ട് വണ്ടിയിൽ. അതെ, 8 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 8 എയർ ബാഗ് വരുന്നുണ്ട്. ആ സമയത്ത് ടോപ്പിന്റെ വണ്ടിയാണ്. അലോ വീല് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞുള്ള മോഡലാണ് സൺറൂഫ് ഒക്കെ വന്നത് അല്ലേ? ഇത് കഴിഞ്ഞ് 2015-16 ആ ടൈമിലാണ് സൺറൂഫ് വന്നത്. അതുകൊണ്ട് ഇതിന് സൺറൂഫ് ഇല്ല എന്നുള്ളൊരു കുറവുള്ളൂ. വേറെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ വില എത്രയാ? ഇതിന് റേറ്റ് ചോദിക്കുന്നത് 6,90,000 രൂപ. 6,90,000 ആണ് ചോദിക്കുന്നത്. വലിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ഏത് വണ്ടിയുടെ റേറ്റ് പറഞ്ഞാലും നമ്മൾ ഫിക്സഡ് ഒരു എമൗണ്ട് അല്ല നമ്മൾ പറയുന്ന റേറ്റ് ആണ്. നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് ആണ്. നിങ്ങൾ വന്ന് കണ്ട് എന്തായാലും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിന് അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 13,000 ചെയ്യാൻ പറ്റും. 13 നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്ത സ്വിഫ്റ്റ്. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. അതാണ് എടുത്ത് പറയാറുള്ളത്. ഇത് വരുന്നത് 2018 മോഡൽ ZXi. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് ലോക്കായി പോയി തോന്നുന്നു. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 68 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ വില വരുന്നത് 6,20,000 രൂപ. 6,20,000 രൂപയാണ്. ഇതിന് മാക്സിമം ഫിനാൻസ് കയറും അല്ലേ? പിന്നെന്താ, നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇതും കമ്പനി സർവീസിൽ പോയിരിക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് കാണിച്ച വണ്ടികൾ ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളിലൊക്കെ മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികളൊന്നും വലിയ കുഴപ്പമുള്ള വണ്ടികളല്ല. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ റീപ്ലേസ്മെന്റ്സ് ഉള്ള വണ്ടികളൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട് നമുക്ക് കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് വണ്ടി അത് കൊടുക്കുകയുള്ളൂ. പിന്നെ ടയറിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയാത്തത്, ടയർ ഈ പറഞ്ഞ പോലെ മൊട്ട ടയറൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇവിടെ ഇപ്പൊ നിലവിൽ കിടക്കണ എല്ലാ വണ്ടിയും അത്യാവശ്യം നല്ല ഒരു 50% മേലുള്ള ടയർ കണ്ടീഷൻ ഉണ്ട്. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടയർ മാറ്റി തന്നെങ്കിൽ അത് മാറ്റി തരാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ് തീരാറായ വണ്ടികളുടെയൊക്കെ ആണെങ്കിൽ റിന്യൂ ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും വണ്ടി ഒരു പുതിയ കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ വരിക, വിളിക്കുക, വണ്ടി എടുക്കുക. എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നേരിട്ട് വിളിക്കുക. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്ക് അടുത്ത് കൈപ്പടമുകൾ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിന്റെ നേരെ പുറകിലാണ്. അതെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്ത വണ്ടികൾ ഉടനെ തന്നെ കയറട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.